നിങ്ങളിപ്പോ യു ഡി എഫിന്റെ ഒരു ഘടക പാർട്ടിയാണ് RS പ്രേമചന്ദ്രൻ. നരേന്ദ്രമോദി ക്ഷണിച്ച 8 പേരിൽ ഒരാളാണ് പ്രേമചന്ദ്രൻ. നരേന്ദ്രമോദി ഭക്ഷണത്തിന് ക്ഷണിച്ച 8 പേരിൽ ഒരാളാണ് പ്രേമചന്ദ്രൻ. എന്താ അതിന്റെ അന്തർധാര? BJPയും UDF തമ്മിലുള്ള അന്തർധാര എന്ത്? ശശി തരൂരിനെ ക്ഷണിച്ചിട്ടില്ലല്ലോ. അവിടെ ലോകസഭയിലെ പ്രാതിമുഖ്യമാണ് വലുതെങ്കിൽ ആദ്യം ക്ഷണിക്കേണ്ടത് കേരളത്തിൽ നിന്ന് UDFന്റെ ആളാണെങ്കിൽ ശശി തരൂരിനല്ലേ കിടാനാണ്. എന്താ അതിന് പുതിയ അന്തർധാരയാണ്. BJPയുമായിട്ടുള്ള RSSുമായിട്ടുള്ള ബന്ധമാണത്. എന്താ വിവാദം? ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മുഖ്യമന്ത്രി എന്നെ വിളിച്ചു ഈ കേന്ദ്രത്തിലെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനുണ്ട്, അതുകൊണ്ടൊരു ഗൂഗിൾ മീറ്റിംഗ് കാണുന്നു. അപ്പൊ ഞാൻ ഗൂഗിൾ മീറ്റിംഗിൽ പങ്കെടുത്തു. അതല്ല, മുഖ്യമന്ത്രി പറയാണ് മുഖ്യമന്ത്രിയെ കാണണം, ഒന്നൊരു ഓഫീസിൽ പോകണം. പ്രതിപക്ഷ നേതാവായ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയില്ലേ? പോകണ്ടേ? ഞാൻ വരില്ല, എനിക്ക് സൗകര്യമില്ല എന്ന് പറയാൻ പറ്റുമോ? പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് NK പ്രേമചന്ദ്രനെ വിളിച്ചു. അടിയന്തരമായി ചെന്നു കഴിഞ്ഞപ്പോ അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചുപേര് ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കാനും. തെറ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചാൽ പോകണ്ടേ? അപ്പൊ ഞങ്ങൾ പിണറായി വിജയനെ അതിശക്തിയായി രാഷ്ട്രീയമായി ഭരണപരമായി ശക്തിയായി എതിർക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ MLA മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ പോവില്ലേ?